ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ കഥ കേൾക്കുകയും അതിൽ നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുകയും ചെയ്ത ആളുകളെ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 2 ആഴ്ചയായിട്ട് നമ്മൾ ആരെയും അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ബോട്ട് വഴി തിരഞ്ഞെടുത്തപ്പം ബോട്ട് നമുക്ക് നൽകിയത് 3 പേരെയാണ്. ഒന്ന് വിനോദിനി നായർ, ഷീബ കൃഷ്ണ, മൂന്നാമത് നിഷ രാഘവ്. നമ്മൾ പറഞ്ഞതുപോലെ എൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായ മഹർബന്ധനത്തിൻ്റെ കോപ്പികളായിരിക്കും ഇവർക്ക് കിട്ടുക. ഞാനത് തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. വിജയികളായിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അഡ്രസ്സ് എനിക്ക് തരേണ്ടതാണ്. ഞാൻ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. വൈഗ IPS അധ്യായം 14 നോവൽ തുടർച്ച. പൊട്ടാസ്യം സയനൈഡാണിതിൽ. ഇതെനിക്കുള്ളതാണ്. നിൻ്റെ കല്യാണപ്പന്തലിൽ വെച്ച് ഞാനിത് ഇഞ്ചക്റ്റ് ചെയ്യും. രശ്മിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, മറുവാക്കില്ല. വൈഗ IPS അതോർത്തോ. പറഞ്ഞതും രശ്മി താഴേക്കോടി. വൈഗ തളർന്ന് ഭിത്തിയിലേക്ക് ചാരി. അധ്യായം 29. യൂണിറ്റ് ചീഫ് ഡോക്ടർ ജയമോഹൻ ഡോക്ടർ സത്യദാസിനെ വിശദമായി പരിശോധിച്ച ശേഷം പറഞ്ഞു, ഇപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല, ഡിസ്ചാർജ് ചെയ്തേക്കാം. ഇതിലുള്ള മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം. ആഹാരം നന്നായി കഴിക്കണം കേട്ടോ. സത്യദാസ് തലയാട്ടി. ഡിസ്ചാർജ് ചീട്ട് എഴുതിക്കൊണ്ടുവന്നത് ഡോക്ടർ രശ്മിയാണ്. അവൾ സത്യദാസിന് മുന്നിൽ നിന്നു. തൻ്റെ ശത്രുവിൻ്റെ അച്ഛൻ തന്നെപ്പോലെ ഒരു ഡോക്ടറെ ഒഴിവാക്കിയിട്ട് ഈ ജയിൽ പുള്ളിയുടെ മകളെ മതി കാർത്തികിന്. പരിഹാസം ഉള്ളിൽ ഒളിപ്പിച്ചു രശ്മി പറഞ്ഞു, ഡോക്ടർക്ക് വല്ലാണ്ട് ക്ഷീണിതനാണല്ലോ. ജയിലിൽ നല്ല ആഹാരമൊക്കെ കിട്ടുമെന്നാണല്ലോ ഈ സെല്ലിൽ കിടക്കാൻ വരുന്ന മിക്ക തടവുകാരും പറയുന്നത്. പക്ഷേ ഡോക്ടർക്ക് മാത്രമാണല്ലോ ഇത്രയും വലിയ തളർച്ച. ആഹാരം നല്ലതായാലും ചീത്തയായാലും ജയിലല്ലേ മോളെ. എനിക്ക് വിശപ്പേ ഇല്ല, ഡോക്ടർ പറഞ്ഞു. അത് പോരാ, ആഹാരം കഴിക്കണം, ആരോഗ്യവാനായി പുറത്തു വരണം. വൈഗയുടെ വിവാഹം നടത്തേണ്ടതല്ലേ. വൈഗയെ മോൾ അറിയോ, ഡോക്ടർ ചോദിച്ചു. അറിയോ എന്ന് രശ്മി ചിരിച്ചു. ഞങ്ങൾ ഗുഡ് ഫ്രണ്ട്സ് അല്ലേ. വരൂ. വണ്ടി വന്നു. സെല്ലിൻ്റെ വാതുക്കലേക്ക് ഒന്ന് മാറ്റി പറഞ്ഞു. ഡോക്ടർ രശ്മിയോട് യാത്ര പറഞ്ഞ് സത്യദാസ് വാതുക്കലേക്ക് നീങ്ങി. ഉടുമ്പ് ജോസ് ശരീരം ചവിട്ടി ഉരുട്ടിയതിൻ്റെ വേദനയൊക്കെ കുറഞ്ഞതുപോലെ തോന്നി അദ്ദേഹത്തിന്. നെറ്റിയിലെ ബാൻഡേജ് അതേപടിയുണ്ട്. മുറ്റത്ത് ജീപ്പിനരികിലേക്ക് ഡോക്ടറും മാത്യുവും ചെല്ലുമ്പോൾ ഒരു കാർ അവർക്കരികിൽ വന്നു നിന്നു. കറുത്ത ഫോർഡ് ഫിയസ്റ്റേ. അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ ഇറങ്ങി വന്നു. ഡോക്ടർ 2 മിനിറ്റ്, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഡോക്ടർ നിന്നു. പോലീസിനോടും രാജീവ് വിവരം പറഞ്ഞു. അവർ സമ്മതിച്ചു. ഡോക്ടർ, ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ അല്ലേ. രാജീവ് ഡോക്ടർക്ക് നേരെ നോക്കി. ആ. ഉദാസീനതയോടെ ഡോക്ടർ സമ്മതിച്ചു. കോടതിക്കുള്ളിൽ വെച്ച് ഇത്രയും വലിയൊരു ശക്തമായൊരു തിരിച്ചടി എനിക്ക് ആദ്യമായിട്ടാണ്, രാജീവ് പറഞ്ഞു. സത്യദാസിൻ്റെ നെറ്റിയിൽ നെടുകെ വരകൾ വീണു. വക്കീൽ വന്ന കാര്യം പറയും. അയാളുടെ അസ്വസ്ഥത രാജീവിന് മനസ്സിലായി. സാധാരണ നിലയിൽ ഒരു ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാമെന്നാണ് കരുതുന്നത്. ആര്? ഞാൻ. നോ, ഒരു മൂവ്മെൻറ്റ്സും വേണ്ട. എനിക്ക് ജാമ്യം വേണമെങ്കിൽ അന്നേ കിട്ടുമായിരുന്നല്ലോ. ഡോക്ടർ വാശി കളയൂ. നിങ്ങൾക്കിപ്പോൾ ബെയിൽ കിട്ടാനുള്ള സാധ്യത ഇരട്ടിയാണ്. ജയിലിനുള്ളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ജീവനും സുരക്ഷിതമല്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒറ്റ സംഭവം പോയിൻ്റ് ഔട്ട് ചെയ്താൽ മതി. ജാമ്യം ഉറപ്പാണ്. ഡോക്ടർ ചിരിച്ചു. വിളറിയ ചിരി. വക്കീലിന് തെറ്റി. ബെയിൽ കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ 0 0യോ? യെസ്. എൻ്റെ മിത്രമോളുടെ ജഡം പുഴയിൽ പൊങ്ങി. വക്കീൽ അതറിഞ്ഞിട്ടുണ്ടാവും. യെസ്. ബോഡി കിട്ടാതിരുന്നപ്പോൾ കൊല നടന്നോ എന്ന് സംശയിക്കാമായിരുന്നു കോടതിക്ക്. ഇപ്പോഴോ? ഡോക്ടർ ഇങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട. ഏത് കൊലപാതകയ്ക്കും ജീവിക്കാൻ അവകാശമുണ്ട്. രാജീവ് തുടർന്നു.
അതുകൊണ്ട് ജയിലിൽ സുരക്ഷയില്ലെന്ന വാദം ഡോക്ടറെ രക്ഷിക്കും. എനിക്ക് സുരക്ഷ വേണ്ട വക്കീലെ. എന്നെ ആര് വേണമെങ്കിലും കൊല്ലട്ടെ. മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉടുമ്പ് ജോസ് ആക്രമിച്ചപ്പോഴും തിരിച്ചെതിർക്കാതിരുന്നതും തടയാഞ്ഞതും അതുകൊണ്ടാണ്. അവൻ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. മരണം ഞാൻ ആഗ്രഹിക്കുന്നു. മരണം നടക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴല്ല, ദൈവം നിശ്ചയിക്കുമ്പോഴാണ്, രാജീവ് പറഞ്ഞു. നിങ്ങൾ ഈ ബെയിൽ ആപ്ലിക്കേഷൻ സൈൻ ചെയ്ത് തരണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്ക് ജാമ്യം വേണ്ട. വേണമായിരുന്നെങ്കിൽ അന്ന് കോർട്ടിൽ വെച്ച് എനിക്ക് കിട്ടുമായിരുന്നു. വക്കീൽ അത്രയേറെ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി വാദിച്ചു. മജിസ്ട്രേറ്റ് അത് ശരിവയ്ക്കുകയും ചെയ്തു. പക്ഷേ എനിക്കത് വേണ്ട. ഡോക്ടറുടെ പിടിവാശി തീർന്നില്ല അല്ലേ? ഇത് പിടിവാശിയല്ല വക്കീലെ. സത്യദാസിൻ്റെ മുഖത്ത് വിഷാദം നിറഞ്ഞു. എനിക്ക് തലയെടുപ്പുള്ളൊരു മുഖമുണ്ടായിരുന്നു, ആരും ആദരിച്ചിരുന്നൊരു പ്രഭാവം. ഇപ്പോഴതില്ല. പകരം പരിഹാസ്യമാണ് എൻ്റെ രൂപവും മുഖവും. അതുമായി പുറത്തു വരാൻ വയ്യ. അതുതന്നെ കാരണം. അത്രയും പറഞ്ഞിട്ട് ഇനിയൊന്നും പറയണ്ട എന്ന് തറപ്പിച്ച് പറഞ്ഞതുപോലെ ഡോക്ടർ ചെന്ന് പോലീസ് ജീപ്പിനുള്ളിൽ കയറി. ജീപ്പ് മറിയുന്നത് അസ്വസ്ഥതയോടെ രാജീവ് നോക്കി നിന്നു. ഡോക്ടർ രശ്മിയെ ഏൽപ്പിച്ചിട്ട് പോയ ആഘാതത്തിൽ നിന്നും വൈഗ ക്രമേണ മുക്തമാവുകയായിരുന്നു. കുളിച്ച് യൂണിഫോമിന് പകരം പച്ച ബോർഡറുള്ള ഒരു ക്രീം സാരി ധരിച്ചു. അതിൻ്റെ മടക്കുകൾ ശരിയാക്കി എടുക്കുമ്പോഴാണ് മൊബൈൽ ശബ്ദിച്ചത്. അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാരുടെ പേര് കണ്ടു. വക്കീലെ പറയ്. ഞാനിന്ന് ഡോക്ടറെ കണ്ടു മേഡം. അദ്ദേഹം ഡിസ്ചാർജായി മടങ്ങുകയായിരുന്നു. എന്നിട്ടെന്താ? പാഴായൊരു ശ്രമം. ഡോക്ടർക്കിപ്പോൾ തടവറ സ്വന്തം വീടാണ്. അച്ഛനെന്ത് പറഞ്ഞു? ഡോക്ടർക്ക് പുറത്തു വന്ന ആളുകളെ ഫേസ് ചെയ്യാൻ വയ്യ. ദാറ്റ്സ് ഓൾ. അതെ, രാജാവായിട്ടാണ് അച്ഛൻ ഇന്നേ വരെ ജീവിച്ചത്. തലകുനിക്കാനാവില്ല. പക്ഷെ ഇങ്ങനെ പോയാൽ ഡോക്ടർ ജയിലിനുള്ളിൽ വെച്ച് എങ്ങനെയും ജീവനെടുക്കും. അത് നടക്കരുത്. അച്ഛനെ പുറത്തു കൊണ്ടുവന്നേ മതിയാവും. പക്ഷേ ബെയിൽ ആപ്ലിക്കേഷനിൽ ഒപ്പിടാൻ പോലും ഡോക്ടർ തയ്യാറാകുന്നില്ലല്ലോ. നമുക്ക് അമ്മയെ കൊണ്ട് അപ്പിയറൻസും അമ്മ കൊടുപ്പിക്കാം. വക്കീലെ, ഭർത്താവിൻ്റെ ജാമ്യത്തിന് വേണ്ടി ഭാര്യയ്ക്ക് ക്ലെയിം ചെയ്യാമല്ലോ, വൈഗ പറഞ്ഞു. അതുതന്നെയാണ് എൻ്റെയും പ്ലാന്. അമ്പാടിയിൽ പോയിട്ട് ഞാൻ മാഡത്തിൻ്റെ അമ്മയുടെ ഒപ്പ് വാങ്ങിച്ചോളാം. ഡോക്ടർ മറ്റാരെയും കേസ് ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഞാനൊരു സത്യവാങ്മൂലം വെച്ചേക്കാം. കേസ് വാദത്തിന് വയ്ക്കും. അത് മതി. ഇത്തവണ അച്ഛൻ എതിർത്താലും പുറത്തു വന്നിരിക്കണം. ബട്ട് മാഡം, അവസാന സമയത്ത് ഇക്കുറി ഡോക്ടർ എന്തടവാൻ പ്ലാൻ ചെയ്യുക എന്ന അമ്പരപ്പിലാണ് ഞാൻ. വൈഗയ്ക്കും ഒരു ഭയമുണ്ടായി. ശരിയാണ്, വക്കീൽ എത്ര പാടുപെട്ടാലും അച്ഛൻ പഴയ വാദത്തിൽ ഉറച്ചു നിന്നാൽ എന്തു ചെയ്യും? പ്രത്യേകിച്ച് മിത്രയുടെ ബോഡി കൂടി കിട്ടിയ സ്ഥിതിക്ക്. ബോഡി കിട്ടിയതൊന്നും ഒരു പ്രോബ്ലമല്ല മാഡം. എനിക്ക് ഭയം ഡോക്ടറുടെ ഉറച്ച നിലപാടാണ്. അദ്ദേഹം തടവറയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു നിമിഷം കഴിഞ്ഞാണ് വൈഗ മറുപടി പറഞ്ഞത്. ആ സ്നേഹത്തിന് പിന്നിൽ എന്നോടുള്ള ദേഷ്യവും വാശിയാണ് വക്കീലെ. വിഷാദത്തോടെ അവൾ തുടർന്നു. ഞാനല്ലേ അച്ഛനെ അതിനുള്ളിലെത്തിച്ചത്. ഒരു മകളും സ്വന്തം അച്ഛനോട് ഇങ്ങനെ ചെയ്യില്ലല്ലോ. കോള് കട്ട് ചെയ്യുമ്പോൾ വൈഗയുടെ നെഞ്ചിനുള്ളിൽ ഒരു നെരിപ്പോട് കത്തുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ മനസ്സിലും വലിയ ഒരു നെരിപ്പോടായി താനുണ്ടാവുക. വൈഗ ബാൽക്കണിയിലേക്ക് തിരിയുമ്പോൾ ശ്രദ്ധിച്ചു. അപർണ അവിടെ നിൽക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു വന്ന പടിയാണ്. നീ എന്തെങ്ങനെ നിൽക്കുന്നത്? വൈഗ സൗമ്യമായി ചോദിച്ചു. കുളിക്കാഞ്ഞതെന്താ? അപർണ ചോദ്യം കേട്ടതായി ഭാവിച്ചില്ല. അപർണ, നിന്നോടാ ചോദിച്ചത്. കുളിക്കുന്നില്ലേന്ന്? ഇല്ല. ഒട്ടും മയമില്ലായിരുന്നു അവൾക്ക്. അതെന്താ? മാറ്റിയെടുക്കാൻ എനിക്ക് ഡ്രസ്സില്ല. എല്ലാം വീട്ടിലല്ലേ? വൈഗയും അപ്പോഴാണ് ആ കരിമോർത്തത്. വീട്ടിൽ നിന്ന ഡ്രസ്സിൽ തന്നെയാണ് അപർണയെ അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ആ വാർഡ്രോബിൽ എൻ്റെ ചുരിദാറുകളുണ്ട്. വരൂ, എടുത്തു തരാം. വൈഗ റൂമിലെ വാർഡ്രോബ് തുറന്നു. ഒരു ചുരിദാർ എടുത്ത് അവൾക്ക് നീട്ടി. എനിക്കെൻ്റെ ഡ്രസ്സ് മതി, വല്ലവരുടേതും വേണ്ട. അപർണ ഷടിച്ചു. ചെറുപ്പത്തിൽ ഇവൾ അമ്പാടിയിലെത്തിയാൽ തൻ്റെ ഡ്രസ്സ് അവളെപ്പോഴോ ഊരിക്കളയും. തൻ്റേതോ മിത്രയുടേതോ ദയയുടേതോ ആണ് അവൾ ധരിക്കുക. തിരികെ പോകുമ്പോഴും അതിട്ടേ അവൾ പോകൂ. വളർന്നപ്പോഴും തങ്ങളുടെ ഡ്രസ്സ് അവൾക്കൊരുപാട് ഇഷ്ടത്തോടെ മാറി ധരിച്ചിരുന്നു. ഇപ്പോഴീ കാട്ടുന്നതെല്ലാം മനഃപൂർവ്വമാണ്, തന്നോടുള്ള പ്രതിഷേധമാണ്. അത് മനസ്സിലായതായി ഭാവിക്കാതെ സൗമ്യമായി പറഞ്ഞു വൈക്കാം.
ശരി, എങ്കിൽ നീ എൻ്റെ കൂടെ വരൂ. നിനക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഞാൻ വാങ്ങിത്തരാം. അപർണ മൗനമാണ്. ആദ്യം നമുക്ക് മെസ്സിൽ ചെന്ന് ആഹാരം കഴിച്ചു വരാം, എന്നിട്ട് പോകാം. എനിക്ക് വേണ്ട ഇവിടുത്തെ ആഹാരം. ശരി, എങ്കിൽ വേണ്ട, നമുക്ക് പുറത്തു പോകാം. ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിക്കഴിക്കാം. എന്താ? ഇഷ്ടമുള്ള ഡ്രസ്സ്, ഇഷ്ടമുള്ള ആഹാരം. അമർഷത്തോടെ അപർണ വൈകിയെ തുറച്ചു നോക്കി. എനിക്കിഷ്ടമുള്ള ഒരു കാര്യം പറയാം, സാധിക്കുമോ? എന്താ? എനിക്കിപ്പോൾ എൻ്റെ അച്ഛനെ കാണണം. പറ്റുമോ? വൈകിയുടെ മുഖം കനത്തു. ഞാൻ നിന്നോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതി ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് നീ എന്നെ കയറ്റി നിർത്തരുത്. അവിടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് പോലും അറിയില്ല. അപർണയുടെ മുഖം അതോടെ വീർത്തു. വൈക പെട്ടെന്ന് കാറിൻ്റെ കീയെടുത്തു. അവളെ അവഗണിച്ച് പുറത്തേക്കിറങ്ങി വേഗം താഴെയെത്തി. ഞാൻ പുറത്തേക്ക് പോവുകയാണ്. റൂമിൽ അപർണയുണ്ട്. ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടരുത്. വൈക രാഗിണി ദേവിയോട് പറഞ്ഞു. ഓക്കെ മാഡം, ഞങ്ങളത് ശ്രദ്ധിച്ചോളാം. മേട്രൻ സമ്മതിച്ചു. വൈക ടൗണിലേക്ക് പോയി. ഒരു ജൗളിക്കടയിൽ കയറി. ദയയുടെ അതേ അളവാണ് അപർണയ്ക്കും. 2 ജോഡി ചുരിദാറും 2 ജോഡി ജീൻസും ഷർട്ടും ഒരു ലോങ് മിഡിയും ടോപ്പും. അത്രയ്ക്കും എടുത്ത് ബില്ലെഴുതിച്ചു. എന്തായാലും ഇവളെ ഇന്ന് ബാംഗ്ലൂർക്ക് വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തൻ്റെ വക 4-5 ജോഡി ഇരിക്കട്ടെ. പക്ഷേ അവളെ ബാംഗ്ലൂർക്ക് വിട്ടിട്ട് തമ്മിൽ കാണണമെന്നാണ് അഖിലിൻ്റെ ഡിമാൻഡ്. ബാംഗ്ലൂർക്ക് വിട്ടില്ലെങ്കിൽ എന്താ? അവൾ പോലീസ് സ്റ്റേഷനിലല്ലല്ലോ, തൻ്റെ കൂടെയല്ലേ. അവൻ വിളിക്കുമ്പോൾ നേരിൽ വരാൻ ആവശ്യപ്പെടണം. അവനെ കസ്റ്റഡിയിലെടുക്കുന്നതോടെ ഈ കേസ് തന്നെ തീരും. വൈക ഉത്സാഹത്തോടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. മുമ്പോട്ട് വരുമ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് കണ്ടു. അപർണയുടെ ദേഷ്യവും പിണക്കവും ഓർത്തു, വാശിയും. എങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് കയറി. 2 പ്ലേറ്റ് നൂഡിൽസ്, ചില്ലി ചിക്കൻ, പാർസൽ. ഓർഡർ എടുത്തുകൊണ്ട് ബില്ലെഴുതുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു. ഇരിക്കും മാഡം, 20 മിനിറ്റ് താമസം ഉണ്ടാകൂ. 20 മിനിറ്റോ? വൈഖയുടെ മുഖത്ത് അക്ഷമ നിറഞ്ഞു. റൂമിൽ അപർണ ഒറ്റയ്ക്കാണ്. ഇടഞ്ഞു നിൽക്കുന്ന അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? ശരി, 20 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഞാൻ വന്നോളാം. മാഡത്തിന് പർച്ചേസിംഗ് ഉണ്ടാവും അല്ലേ? അല്ല, ഞാൻ താമസിക്കുന്നത് YWCAയിലാണ്. പോയിട്ട് വന്നോളാം. YWCA അല്ലേ? ഇവിടെ അടുത്തല്ല മാഡം, ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ട്. പാർസൽ റെഡിയായാൽ ഉടനെ അങ്ങോട്ടേക്ക് എത്തിച്ചേക്കാം. താങ്ക് യു. വൈക ഇറങ്ങി. കാറിൻ്റെ ഡോർ തുറക്കുമ്പോഴാണ് പിന്നിൽ നിന്നും വിളി. മാഡം. അവൾ തിരിഞ്ഞു നോക്കി. ചെറിയാച്ചനാണ്. കാർത്തികമൊത്ത് കാണാൻ പോയ ഫ്ലാറ്റിൻ്റെ ഏജൻറ്റ്. റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ വന്നതാണ് അയാൾ. മാഡത്തിനെ ഫ്ലാറ്റിലേക്ക് കണ്ടില്ലല്ലോ. പാലുകാച്ചലിന്? ചെറിയാച്ചൻ ചോദിച്ചു. പാലുകാച്ചലോ? എവിടെ? ഇതെന്നാ ചോദ്യം? മാഡവും കാർത്തിക് സാറും കൂടെ വന്ന് കണ്ട ഫ്ലാറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ചെറിയാച്ചന് ഉത്സാഹഭരിതമനായി തുറന്നു. ഇന്നലെ തന്നെ രജിസ്ട്രേഷനുള്ള ഏർപ്പാടൊക്കെ ചെയ്തായിരുന്നു. ഇന്ന് രാവിലെ കച്ചവടം നടന്നു. താക്കോലും വാങ്ങി. പാല് കാച്ചാൻ കാർത്തിക് സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ചോദിച്ചത്. ഒരാഘാതം. വൈക മറുപടിയൊന്നും പറഞ്ഞതേയില്ല. കാറിനുള്ളിലേക്കിരുന്ന് കാറ് വിട്ടു. കാർത്തിക് ഫ്ലാറ്റ് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പാല് കാച്ചലും നടത്തി. ഒറ്റയ്ക്ക്. തന്നെ അറിയിച്ചില്ല, ക്ഷണിച്ചില്ല. കുറ്റം കാർത്തികിൻ്റെതല്ല, തൻ്റേതാണ്. രശ്മിക്ക് വേണ്ടി താൻ ആളെ ഉപേക്ഷിച്ചു. അത് മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നന്നെ വേദനിച്ചിട്ടുണ്ടാകും. വൈകിക്ക് ഹൃദയം മുറിയുന്ന നൊമ്പരം തോന്നി. മനസ്സും ശരീരവും ഒന്നാകെ വേകുമ്പോൾ ഒന്ന് മുങ്ങിത്തണുപ്പിക്കാനുള്ള തീർത്ഥകുളമായിരുന്നു തനിക്ക് സാമീപ്യം. അതില്ലാതാക്കി. അവകാശം പറഞ്ഞ് പൊട്ടാസ്യം സയനൈഡുമായി ഒരു പെണ്ണ് വിടാതെ പിന്തുടർന്നാൽ പിന്നെ എന്താ ചെയ്യുക? അവൾ മരിക്കട്ടെ എന്ന് കരുതാനോ? അത് വയ്യായിരുന്നു. ഒരു മരണവും ഇനി താങ്ങാൻ വയ്യായിരുന്നു. YWCAയിലെ വൈക തിരിച്ചെത്തുമ്പോൾ വല്ലാതെ ക്ഷീണിതയായിരുന്നു. രാഗിണി ദേവി അവളെ കണ്ടവടെ പറഞ്ഞു. കുട്ടി റൂമിൽ തന്നെയുണ്ട്, ഞാൻ പോയി നോക്കിയിരുന്നു. വിഷാദം മറച്ച് വൈക ചിരിച്ചെന്ന് വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഹോട്ടലിൽ പാർസൽ പറഞ്ഞിട്ടുണ്ട്, അതുമായി ആൾ വരുമ്പോൾ എന്നെ വിളിക്കണം. ശരി മാഡം. വൈക മുകളിലെത്തി. അപർണ കിടക്കുകയാണ്. ടെക്സ്റ്റൈൽസ് പാക്കറ്റ് എടുത്ത് അവളുടെ അടുത്തേക്ക് വെച്ച് വൈക പറഞ്ഞു, ദാ പുതിയ ഡ്രസ്സുകൾ, അണ്ടർ ഗാർമെൻറ്റ്സും ഉണ്ട്, കുളിക്ക്. അപർണ കേട്ടതായി ഭാവിച്ചില്ല.
വൈകിക്കുള്ളിലെ സങ്കടം പെട്ടെന്ന് ശോഭമായി. അവളെ ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിന്നോടല്ലടി പറഞ്ഞത് കുളിക്കാൻ, കുളിച്ച് ഡ്രസ്സ് മാറ്റാൻ. ഇതെന്ത് പാട്? അപർണ അരിശപ്പെട്ടു. റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനും സമ്മതിക്കുകയല്ലേ? ഇതൊരു ശല്യമായല്ലോ. നീ ആദ്യം കുളിക്കുക. പാക്കറ്റിൽ നിന്നും ഒരു ലോങ് മീഡിയം ടോപ്പ് എടുത്തവൾ അപർണയ്ക്ക് നേർക്കെറിഞ്ഞു. ഞാൻ നൂഡിൽസും ചില്ലി ചിക്കനും ഓർഡർ കൊടുത്തിട്ട് ഇപ്പോൾ വരും. കുളി കഴിഞ്ഞ് ആഹാരം കഴിച്ചിട്ട് നീ റെസ്റ്റ് എടുത്താൽ മതി, കേട്ടല്ലോ? അപർണ രോഷവും പ്രതിഷേധവും പ്രകടമാക്കി തുള്ളിക്കുതിച്ച് ഡ്രസ്സ് കൊടുത്ത് ബാത്റൂമിലേക്ക് കയറി. വാതിൽ ശബ്ദത്തോടെ വലിച്ചടച്ചു. കാർത്തികിൻ്റെ പിണക്കവും അകൽച്ചയും തീയായി തന്നെ വൈകിയെ ചൂഴ്ന്നു പിടിക്കുകയായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ മുറിക്കുള്ളിലൂടെ അസ്വസ്ഥമായി നടക്കുമ്പോഴാണ് ഫോണ് ബെല്ല് ചെയ്തത്. വൈഗ അറ്റൻഡ് ചെയ്തു. രാഗിണി ദേവിയാണ്. മാഡം, പാർസൽ വന്നിട്ടുണ്ട്, റൂമിലേക്ക് കൊടുത്തു വിട്ടേക്കാം. ശരി. റൂം സർവീസിന് വരുന്ന സുജി എന്ന പെൺകുട്ടി ഒരു വെള്ള ഷിമ്മിക്കൂട്ടിലിട്ട പൊതിയുമായി വാതിക്കലെത്തി. പാർസൽ വാങ്ങി വൈഗ വാതിലടച്ചു. ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു. അപർണ കുളി കഴിഞ്ഞിട്ടുണ്ടാവും. വൈഗ ഷിമ്മിക്കൂടിനുള്ളിൽ നിന്നും ആഹാരപ്പൊതി വെളിയിലെടുത്തു. പത്രം കൊണ്ട് പൊതിഞ്ഞ റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്നു, പക്ഷെ ഒട്ടും ചൂടില്ല. നല്ല കട്ടി. ഇതെന്ത്? താൻ ഓർഡർ ചെയ്ത ആഹാരമല്ലേ? മാറിയോ? വൈഗ വേഗം ആ റബ്ബർ ബാൻഡ് ഊരിയിട്ട് പൊതിഞ്ഞിരുന്ന പാത്രം ഒന്ന് അഴിച്ചു നോക്കി. ഒറ്റ സെക്കൻഡ് അവൾ നടുങ്ങി വിറച്ചുപോയി. 1000 നോട്ടുകെട്ടുകൾ, 10 എണ്ണം, 10 ലക്ഷം. തലച്ചോറൊന്ന് കത്തിപ്പിടിക്കുമ്പോഴേക്കും കേട്ടു വാതിക്കൽ മുട്ടുന്ന ശബ്ദം. അപകടം. അതവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. മുമ്പിലിരിക്കുന്ന പൊതിക്കെട്ട് മറക്കാനാവില്ല. വാതിക്കൽ തുടരെ തുടരെ മുട്ടിയപ്പോൾ അവൾക്ക് തുറക്കേണ്ടി വന്നു. മുമ്പിൽ 2 പുരുഷന്മാർ, ഒരു സ്ത്രീ. അവർക്ക് പിന്നിൽ രാഗിണി ദേവി. എല്ലാ മിഴികളും ടേബിളിലേക്ക് നീണ്ടു. നോട്ടുകെട്ടിന്മേൽ വി ആർ ഫ്രം വിജിലൻസ്. ID കാർഡ് കാണിച്ചുകൊണ്ട് മുമ്പിൽ നിന്നയാൾ പറഞ്ഞു. ഐ ആം SP രാമനാഥൻ. ഇത് DYSP ജോസഫ് ജോൺ. ഇത് ഗസറ്റഡ് ഓഫീസർ വത്സല. ഒരു ചതുര പ്ലാസ്റ്റിക് മഗ്ഗിലെ വെള്ളം നീട്ടിക്കൊണ്ട് ജോസഫ് ജോൺ പറഞ്ഞു. ഇതിലാ കൈയൊന്ന് മുക്കണം. ഒരു സ്ഫോടനം. വൈകി അറിഞ്ഞു. ആ മഗ്ഗിനുള്ളിൽ സോഡിയം കാർബണേറ്റ് ലായനിയാണ്. നോട്ടുകെട്ടിൻ്റെ പാക്കറ്റിനുള്ളിൽ ഫിനോഫ്തലിൻ പുരട്ടിയിട്ടുണ്ടാവും. അതിൽ തൊട്ട തൻ്റെ കൈ മഗ്ഗിലെ വെള്ളത്തിൽ മുക്കിയാൽ പിങ്ക് നിറം കലരും. അപകടമാണ്. താൻ കൈക്കൂലി വാങ്ങിയ സ്വയം വിളിച്ചു പറയലാണത്. അറിയാം, പക്ഷെ ഒഴിയാനാവില്ല. ഒന്നും വിലപ്പോവില്ല. കണിയിൽ വീണ വൈഗ ശരിക്കും വിറച്ചു. വിറച്ചുകൊണ്ട് തന്നെ അവരെ നോക്കി. കൈമുക്കണം. അത് ആജ്ഞയായിരുന്നു. വൈഗ 2 കൈകളും ആ വെള്ളത്തിലേക്ക് താഴ്ത്തി. പിങ്ക് നിറം കലരുന്നത് അവൾ കണ്ടു. യു ആർ അണ്ടർ അറസ്റ്റ്, SP പറഞ്ഞു. അവസാനത്തെ അണിയും അടിക്കപ്പെട്ടതുപോലെ ചലിക്കാൻ ശക്തിയില്ലാതെ തറഞ്ഞു നിന്നു വൈഗ. സർ. ആദ്യത്തെ നടുക്കവും തളർച്ചയും മാറിയപ്പോൾ വൈഗ ചോദിച്ചു, എന്താണിത് സാർ? എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ. എനിക്കൊന്നും അറിയില്ല. ഇത് ചീറ്റിംഗ് ആണ്. ആരോ എന്നെ മനഃപൂർവ്വം ട്രാപ്പിലാക്കിയിരിക്കുകയാണ്. SP രാമനാഥൻ പരിഹസിച്ച് ചിരിച്ചു. പിടിക്കപ്പെടുമ്പോഴും അറസ്റ്റ് ചെയ്യുമ്പോഴും 99% പേരും ഇത് തന്നെയാണ് പറയാറ്. എനിക്കൊന്നും അറിയില്ലെന്ന്, എല്ലാം ചീറ്റിംഗ് ആണെന്ന്, ട്രാപ്പിലാക്കിയതാണെന്ന്. പ്രൗഢിയും കുലീനതയും നിറഞ്ഞ മുഖമാണ് SP രാമനാഥൻ്റേത്. അല്പം കഷണ്ട് കയറിയ തല, ഒത്ത ആള്. ഗൗരവത്തോടെ അദ്ദേഹം തുറന്നു. പക്ഷെ നിങ്ങളെപ്പോലുള്ള ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ചെയ്യരുത്. അതും സർവീസിലോട്ട് കയറിയ പാടെ ഇത്രയും വലിയ തുകയും മറ്റും വാങ്ങിയെന്ന് പറഞ്ഞ. സർ. വൈഗ എന്തോ പറയാനാഞ്ഞു. നോ. കൈവിലക്കിയിട്ട് രാമനാഥൻ തുറന്നു. അറിയാമല്ലോ, ഗവൺമെൻറ് ലക്ഷങ്ങൾ മുടക്കുമ്പോഴാണ് നിങ്ങൾക്കിങ്ങനെ ഒരു IPS തൊപ്പി കിട്ടുക. അത് ഈ ടേബിളിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലക്ഷങ്ങളാണ്. അക്കാര്യം ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറക്കരുതായിരുന്നു. സർ പ്ലീസ്. വൈഗ ഇടയിൽ കയറി. എനിക്ക് കിട്ടിയ ഈ പദവിയെ അങ്ങേയറ്റം മാനിക്കുന്നവളാണ് ഞാൻ. തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്യാഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ നോട്ടുകെട്ടുകളോ? ഇതെന്താ? താനെ ഇങ്ങനെ പറന്നു വന്നു? DYSP ജോൺ ജോസഫ് ചോദിച്ചു. അതും ഇത്രയും ലക്ഷങ്ങൾ? ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്കറിയില്ല. നിങ്ങൾക്കറിയാം, SP ശക്തമായി പറഞ്ഞു.
ഈ പണപ്പൊതി ഇവിടെ എത്തുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. ഇതുമായി ആൾ വരുമെന്ന് നിങ്ങൾ മേട്ടറിനോട് പറഞ്ഞിരുന്നു, ശരിയല്ലേ? വൈഗ വാതിലിനപ്പുറത്തേക്ക് മിഴികൾ അയച്ചു. വരാന്തയിൽ വീർത്തു നിൽക്കുകയായിരുന്നു രാഗിണി ദേവി. ശരിയാണ്, ഞാൻ പറഞ്ഞിരുന്നു ഒരു പാഴ്സൽ വരുമെന്ന്. പക്ഷേ അത് ഈ പണപ്പൊതിയല്ല സർ. ഹോട്ടലിൽ നിന്നും നൂഡിൽസും ചില്ലി ചിക്കനുമാണ്. അത് കേട്ടതും അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. ഹോട്ടലിൽ നിന്നപ്പോൾ നൂഡിൽസും ചില്ലി ചിക്കനും വരുന്നത് നോട്ടുകെട്ടിൻ്റെ രൂപത്തിലാണോ? എസ് പി ഗൗരവപ്പെട്ടു. അപ്പോഴാണ് കുളി കഴിഞ്ഞ് അപർണ ബാത്റൂമിൻ്റെ ഡോർ തുറന്നത്. വൈഗ വാങ്ങിക്കൊടുത്ത പുതിയ ലോങ് മീഡിയം ടോപ്പുമായിരുന്നു അവളുടെ വേഷം. റൂമിനുള്ളിൽ അപരിചിതരായ പുരുഷന്മാരെ പെട്ടെന്ന് കണ്ടപ്പോൾ അവളൊന്ന് പകച്ചു. ഇതാരാ? അവളെ ചൂണ്ടി എസ് പി ചോദിച്ചു. എൻ്റെ കസിൻ അപർണ, വൈഗ തിടുക്കത്തിൽ പറഞ്ഞു. ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ പാർസൽ പറഞ്ഞത്. ആണോ? എസ് പി അപർണയോട് ചോദിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് അപർണ രംഗം അപഗ്രഥിച്ചു. മേശമേൽ നോട്ടുകെട്ടുകൾ, പാത്രത്തിൽ പിങ്കു നിറമുള്ള വെള്ളം, പിങ്കു നിറം പുരണ്ട വൈഗയുടെ കൈത്തലങ്ങൾ, വിളറി വീർത്ത മുഖം. സിനിമയിൽ ഒരുപാട് ആവർത്തിച്ച് കണ്ടിട്ടുള്ള സീന്. റൂമിലുള്ളത് വിജിലൻസ് ഓഫീസേഴ്സ്. കൈക്കൂലിക്കേസിൽ വൈഗ കുടുങ്ങിയിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. അപർണയുടെ നെഞ്ചിൽ ആഹ്ലാദം നിറഞ്ഞു. അതിനുമീതെ പക അഗ്നിത്തിരിയിട്ടു. പകരത്തിന് പകരം താൻ അനുഭവിച്ച അതേ സങ്കടം ഇവരും അനുഭവിക്കട്ടെ. ചോദിച്ചത് കേട്ടില്ലേ? കുട്ടിക്ക് വേണ്ടിയാണോ നൂഡിൽസും ചില്ലി ചിക്കനും പാർസൽ വരുത്തുന്നതെന്ന്? എസ് പി ശബ്ദമുയർത്തി. എനിക്കറിയില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. അവൾ കൂളായി കൈമലർത്തി. വൈഗ നടുങ്ങിപ്പോയി. സർ, ഇവൾ കള്ളം പറയുകയാണ് എന്നോടുള്ള ദേഷ്യത്തിന്, അവൾ പറഞ്ഞു. കൊള്ളാം, ഒരേ റൂമിൽ കൂടെ താമസിക്കുന്ന കസിൻ സിസ്റ്ററിന് ദേഷ്യമോ? അതങ്ങനെ. ആ കഥ കേൾക്കട്ടെ. സാർ, അതല്ല, എനിക്ക് ശത്രുക്കളുണ്ട്. ഈ പണപ്പൊതി കൊണ്ടുവന്നത് അവരിലാരോ എന്നെ ചതിച്ചതാണ്. കൊള്ളാം, 2 ദിവസം മുമ്പ് മാത്രം കോട്ടയത്ത് ചാർജ് എടുത്ത നിങ്ങൾ ഇത്ര പെട്ടെന്ന് 10 ലക്ഷം തന്ന് കൈക്കൂലി കേസിൽ പെടുത്താൻ പോകുന്നത്ര വലിയ ശത്രുക്കളുണ്ടായോ? ആ കഥയും കൊള്ളാമല്ലോ. വൈഗയ്ക്ക് മനസ്സിലായി, ഇവരിൽ ഏതോ ശക്തമായ പ്രഷറുണ്ട്. താൻ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. എങ്കിലും പറഞ്ഞു. സർ, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. ഞങ്ങൾ എന്തിനു നിങ്ങളെ ഉപദ്രവിക്കണം വൈഗ? നാം തമ്മിൽ ആദ്യമായി കാണുകയാണ്. പേഴ്സണൽ വൈരാഗ്യമൊന്നുമില്ല, എസ് പി പറഞ്ഞു. പക്ഷേ ഇത്രയുമായ സ്ഥിതിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും കോടതിയിൽ ഹാജരാക്കാതിരിക്കാനും നിവൃത്തിയില്ല. കോടതി. നട്ടലിലൂടെ ഒരു മിന്നൽ പായുന്നത് വൈഗ അറിഞ്ഞു. ഇതിനോടകം ഒരുപാട് പേരെ കുറ്റവാളിയായി പിടിച്ച് താൻ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്, തൻ്റെ അച്ഛനെ വരെ. അതേ അവസ്ഥയിലാണിപ്പോൾ താനും. അപകടത്തിൻ്റെ തീവ്രത വൈഗ അറിഞ്ഞു. അവൾ വേഗം മൊബൈലെടുത്തു. ഞാൻ വരാം, പക്ഷേ എനിക്കെൻ്റെ വക്കീലിലൊന്ന് വിളിക്കാമല്ലോ? ആയിക്കോട്ടെ. വൈഗ അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാരെ വിളിച്ചു. എന്താണിത് വേണം? 10 ലക്ഷം രൂപയോ? അതിശയമാണല്ലോ. കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ രാജീവ് അമ്പരന്നു. എങ്കിലും പറഞ്ഞു, ഞാൻ ഉടനെ എത്തിക്കൊള്ളാം. ശരി. വൈഗ അടുത്തതായി വിളിച്ചത് എസ് പി വിൽസൺ തോമസിനെയാണ്. ഇതെങ്ങനെ സംഭവിച്ചു വൈഗ? എസ് പിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മൈ ഫേറ്റ്. അല്ലാതെ എന്താ സർ? താൻ അവർക്കൊപ്പം ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞാൻ അങ്ങോട്ട് വന്നോളാം. താങ്ക് യു സർ. വൈഗയ്ക്കും ആശ്വാസമായി. അവർ രണ്ടാളും വന്നാൽ പ്രശ്നം അതോടെ തീരും. തനിക്ക് വേണ്ടി ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ അവർ മാത്രമേ ഉള്ളൂ. വൈഗ ധൈര്യത്തോടെ അപർണയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ പോയിട്ട് ഉടനെ തിരിച്ചെത്തും. ഇവിടെ കഴിയാൻ നിനക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഓഹ്, ഇനി എനിക്കിത്തിരി പ്രോബ്ലം ഉണ്ടായാലും സാരമില്ല. എൻ്റെ കാര്യം വിട്ടേരെ, അപർണ നിസാരമായി പറഞ്ഞു. പിന്നെ ഗൂഢമായി ചിരിച്ചിട്ട് പുറമെ വിഷമം ഭാവിച്ചു. നിങ്ങളുടെ കാര്യം ഞാൻ ഓർക്കുന്നത്. വലിയ പോലീസ് ഓഫീസറായിട്ട് എന്താ കാര്യം? ലോക്കപ്പിലൊക്കെ കിടക്കേണ്ടി വരില്ലേ? തറയിലൊക്കെയുള്ള കിടപ്പേ വലിയ പാടാ കേട്ടോ. ഒരു ദിവസം ഞാൻ അനുഭവിച്ചതാ സുഖം. ഇനി മുതൽ വൈകേച്ചിയും ആ സുഖം അനുഭവിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം. അവൾ അത് പറയുന്നതിനിടയിൽ മുടി ചീകുകയും മേക്കപ്പ് ഇടുകയുമാണ്. വൈകിക്ക് മനസ്സിലായി, ഇവൾ കിട്ടിയ അവസരം ആഘോഷിക്കുകയാണ്. ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലിനും വീര്യം കൂടും, തലവെക്കും. മതി, പറഞ്ഞതൊക്കെ മതി. ഇനി നിങ്ങൾ ഇറങ്ങണം. രാമനാഥൻ്റെ മുഖം ഗൗരവം കൊണ്ട് ഇരട്ടിച്ചു. വൈഗ വെട്ടിത്തിരിഞ്ഞു. പിന്നെ തളർന്നുപോയ മനസ്സിനെ ധൈര്യപ്പെടുത്താൻ ശ്രമിച്ച് അവൾ അവർക്കൊപ്പം ഇറങ്ങി. വിജിലൻസ് ഓഫീസിനുള്ളിലെ ഒരു റൂമിലേക്കാണ് വൈഗയെ അവർ നയിച്ചത്. എസ് പി വിൽസൺ തോമസ്
അവർ ചെല്ലുന്നതും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വൈകയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരനുഗ്രഹമായി. നഷ്ടപ്പെട്ട ധൈര്യം അവൾ വീണ്ടെടുത്തു. രാമനാഥൻ തൻ്റെ സുഹൃത്തു കൂടിയായ വിജിലൻസ് എസ് പിയെ സമീപിച്ച് വിൽസൺ തോമസ് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? വൈഗ വളരെ കണ്ണിങ്ങായ ഓഫീസറാണ്. പ്രൊഫഷണൽ എത്തിക്സ് 100% കീപ്പ് ചെയ്യുന്നതാണ് ശീലം. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരു ന്യായമില്ല. പെറ്റീഷൻ കിട്ടിയാൽ നമുക്ക് മൂവ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ വിൽസൺ, രാമനാഥൻ പറഞ്ഞു. മുമ്പോട്ട് നീങ്ങിയപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ. സർ, വൈഗ ചോദിച്ചു, ഞാൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് ആരാണ് പരാതി തന്നത്? ജോസഫ് ജോൺ. രാമനാഥൻ DYSPക്ക് നേരെ തിരിഞ്ഞു. അയാളെങ്ങ് വിളിക്കി. അജാനബാഹുവായ ഒരു ചെറുപ്പക്കാരൻ ഒട്ടും കൂസാതെ ജോസഫ് ജോണിനൊപ്പം മുറിയിലേക്ക് വന്നു. ഇയാളാണ് പരാതിക്കാരൻ, രാമനാഥൻ പറഞ്ഞു. വൈഗ, ഇവനെ അറിയില്ലേ? അവൾ ആ ചെറുപ്പക്കാരനെ അടിപിടി നോക്കി. ഇല്ല, അവൾ പറഞ്ഞു. ഞാനറിയില്ല സർ. രാമനാഥൻ്റെ മുഖത്ത് പരിഹാസ പുഞ്ചിരി. ജഗൻ. അദ്ദേഹം അയാൾക്ക് നേരെ തിരിഞ്ഞു. നിനക്കിവരെ അറിയാമോ? ഇവർ ആരാണെന്ന് എനിക്കറിയാം, പക്ഷേ കണ്ടിട്ടില്ല, ജഗൻ പറഞ്ഞു. പക്ഷേ ഇവർക്ക് പണം കൈമാറാനാണ് എന്നോട് പറഞ്ഞത്. ആര്? തിരുവനന്തപുരത്തുള്ള രവി മേനോൻ സാറ്. രവി മേനോൻ? വൈഗ നടുങ്ങി. വരുണിൻ്റെ അച്ഛൻ. അയാളാണോ ഈ കുരുക്കിന് പിന്നിൽ? അയാൾ തന്നോട് പകരം വീട്ടുകയാണോ? എന്തിനു വേണ്ടിയായിരുന്നു ഡീലിങ്? രാമനാഥൻ വീണ്ടും ചോദിച്ചു. ഈ മേഡം അന്വേഷിക്കുന്ന ഒരു കൊലപാതക കേസിൽ നിന്നും അവരുടെ മകനെ ഊരിയെടുക്കാനാണ്. പിന്നെന്തിനാ അയാൾ പരാതി തന്നു? ഇവർ ചോദിച്ച തുക അത്ര വലുതായതുകൊണ്ടാണ് സർ. ഇത്തരം പോലീസ് ഓഫീസേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വഞ്ചിക്കുകയല്ലേ, ജഗൻ കൂസാതെ പറഞ്ഞു. സർ, ഇതൊക്കെ കള്ളാണ്, വൈക്ക പറഞ്ഞു. രവി മേനോൻ്റെ മകൻ കൊന്നത് എൻ്റെ അനിയത്തി ദയയാണ്. എൻ്റെ അനിയത്തിയെ കൊന്നവനെ കുറ്റവിമുക്തനാക്കാൻ ഞാൻ സമ്മതിച്ചില്ല. അതിൻ്റെ പകപോക്കലാണിത്. പക്ഷെ നിങ്ങൾ സമ്മതിച്ചു, അതാണ് സത്യം. നോ സർ, വൈഗ ശക്തമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്തുനിന്നും രവി മേനോനെയും വൈഫിനെയും കൂട്ടിക്കൊണ്ടുവന്നത് CI സുന്ദരേഷനാണ്. അയാളെ വിളിച്ചു തരാം സർ. ഞാൻ അങ്ങനെ സമ്മതിച്ചെന്ന് അയാൾ പറയില്ല. രാമനാഥൻ പരിഹസിച്ചു. കാരണം അയാൾ നിങ്ങളുടെ സബോർഡിനേറ്റാണ്. മാത്രമല്ല, ഈ ഡീലിങ്ങിന് പാട്ടയും കൂട്ടി നിങ്ങളെ സമീപിച്ചതും അയാളല്ലേ. അയാൾ പിന്നെ പറയോ? സർ, ഈ തീരുമാനം ഏകപക്ഷീയമാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് ചീറ്റിംഗ് തന്നെയാണ്. എങ്കിൽ പറയ്, ഇത് സത്യമാണോ ചീറ്റിംഗ് ആണോ എന്ന്. രാമനാഥൻ ഗൗരവത്തോടെ തൻ്റെ മൊബൈലെടുത്തു. അതിൽ നിന്നും ഒരു സൗണ്ട് ക്ലിപ്പിംഗ് പ്ലേ ചെയ്തു. മോളെ, എൻ്റെ മോളെപ്പോലെ കരുതി പറയാം, ഞങ്ങളെ രക്ഷിക്കണം. മൊബൈലിൽ നിന്നും രേവതി മേനോൻ്റെ യാചനാസ്വരം. അപ്പോൾ ആ വർഗീസിനെ പോലെ ഇനി ഞാനും കൂടി സെറ്റിൽഡ് ആകണം അല്ലേ? വൈഗയുടെ ശബ്ദം. ആ അതെ, അത് രവി മേനോൻ്റെ ശബ്ദമാണ്. എത്ര ലക്ഷം കൊണ്ടുവന്നിട്ടുണ്ട്? വൈഗ ചോദിക്കുന്നു. എത്രയാന്ന് പറഞ്ഞാൽ സൗണ്ട് ക്ലിപ്പിംഗ് തീർന്നു. ഇലക്ട്രിക് ലൈനിൽ അറിയാതെ കൈപിടിച്ചതുപോലെ വൈഗ നിന്ന് കത്തിക്കരിഞ്ഞു. ഇത് നിങ്ങൾ പറഞ്ഞതല്ലേ? രാമനാഥൻ ചോദിച്ചു. ആ അതെ, വൈഗ സമ്മതിച്ചു. അന്ന് അവർ വന്നപ്പോൾ താൻ അവരോട് പറഞ്ഞ വാക്കുകൾ റെക്കോർഡ് ചെയ്ത് തന്നെ കൊടുക്കാൻ കെണിയൊരുക്കുകയായിരുന്നു. നിഷേധിക്കുന്നില്ലല്ലോ? ഇല്ല. കേട്ടുനിന്നിരുന്ന വിൽസൺ തോമസ് അന്താളിച്ചു. ചോദ്യം ചെയ്യുന്നതിനിടയിൽ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് നമ്പ്യാരും കേട്ടുവത്. സി മിസ്റ്റർ വിൽസൺ. SP രാമനാഥൻ വിൽസൺ തോമസിന് നേർക്ക് തിരിഞ്ഞു. എത്രയാണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഇവർ ആവശ്യപ്പെട്ടത് 10 ലക്ഷമാണ്. ആ 10 ലക്ഷമാണിപ്പോൾ കണ്ടെടുത്തത്. സ്വന്തം മകളുടെ ഘാതകൻ്റെ വീട്ടുകാരുമായി വൈഗ ഇങ്ങനെയൊരു ഡീലിംഗ് നടത്തുന്നതറിഞ്ഞ് ഇവരുടെ മദർ പ്രോബ്ലം ഉണ്ടാക്കി. അതുകൊണ്ട് ബാക്കിയൊന്നും മദർ അറിയാതിരിക്കാൻ വൈഗ YWCAയിലേക്ക് താമസം മാറ്റി. ബാക്കി സംസാരങ്ങളൊക്കെ അവിടെ വച്ചായിരുന്നു. ശരിയോ വൈഗ? താനിപ്പോൾ വീട്ടിലല്ലേ താമസിക്കുന്നത്? വിൽസൺ തോമസ് ചോദിച്ചു. അല്ല, വൈഗയ്ക്ക് പറയേണ്ടി വന്നു. വിൽസൺ തോമസിനത് പുതിയ അറിവായിരുന്നു. ആ കണ്ണുകൾ കുറുകി. എന്നിട്ട് താനിതുവരെ അതെന്നോട് പറഞ്ഞില്ലല്ലോ. വൈഗ വിളറി. പണം അവിടെ റിസപ്ഷനിൽ എത്തിക്കാനായിരുന്നു ധാരണ. ഏതോ ഹോട്ടലിൽ ഏർപ്പാട് ചെയ്ത പാർസലോ മറ്റോ ആണെന്ന് ഇവർ അവിടെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. രാമനാഥൻ്റെ ചുണ്ടിൽ പരിഹാസം. ജഗൻ നോട്ടുകെട്ടുകളുമായി നേരെ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങളതിൽ ഫിനോഫ്തലിൻ പുരട്ടിവിട്ടു. ഇവർ പാർസൽ കൈപ്പറ്റിയതോടെ ഞങ്ങൾ പിടികൂടി.
SP വിൽസൺ തോമസിന് ഒന്നും പറയാനില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ മുറുക്കവും മൗനവും വൈകി ശ്രദ്ധിച്ചു. അവളുടെ നെഞ്ചിനുള്ളിൽ ഒരു മിന്നലുണ്ടായി. തന്നെ രക്ഷിക്കാൻ SP കഴിയില്ലെന്നോ? ജോസഫ് ജോൺ, രാമനാഥൻ DYSPക്ക് നേരെ തിരിഞ്ഞു. വേഗം FIR തയ്യാറാക്ക്. കോടതിയിൽ സമയം കഴിയാറായി. അത് കഴിഞ്ഞാലും സാരമില്ല സർ. ജഡ്ജി അടുത്തല്ലേ താമസിക്കുന്നത്. നമുക്ക് വീട്ടിൽ ഹാജരാക്കാം. വൈകിയുടെ നെഞ്ചിൽ വെള്ളിടിയും വീണു. കോടതി, വിജിലൻസ് ജഡ്ജി. താൻ ഉദ്ദേശിച്ചതുപോലെയല്ല കാര്യങ്ങൾ. വീണുപോയ കുരുക്ക് അഴിയാക്കുരുക്കാണ്. അയാൾ മനഃപൂർവ്വം കളിച്ചു. ആ രവി മേനോൻ. മാഡം. വൈകിയുടെ മുഖം കണ്ട് രാജീവ് നമ്പ്യാർ വിളിച്ചു. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. മാഡത്തിന് ജാമ്യം കിട്ടും. ജാമ്യം കിട്ടുമെന്ന് വക്കീലിൻ്റെ സാന്ത്വനം. കുറ്റം ചെയ്തിട്ട് പിടിക്കപ്പെടുന്നവർക്കുള്ളതല്ലേ ജാമ്യം? തനിക്കെന്തിനാ ജാമ്യം? താനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. ഓർത്തപ്പോൾ വൈകിക്ക് കണ്ണു നിറഞ്ഞു. നെഞ്ചുരുകി ഒന്ന് കരയണമെന്ന് തോന്നി. പക്ഷേ കരയാൻ കഴിയുന്നില്ലല്ലോ. വിജിലൻസ് ജഡ്ജി മുരളീധരൻ പിള്ളയാണ്. ആളൊട്ടും മോശമല്ല. ശബ്ദം താഴ്ത്തി വിൻസൻ തോമസ് പറഞ്ഞു. വക്കീൽ ആഞ്ഞു പിടിച്ചോ. അദ്ദേഹം വൈകിക്ക് തീർച്ചയായും കണ്ടീഷൻ ബെയിലിംഗ് ഉത്തരവിടും. ഓക്കെ സർ. രാജീവ് സമ്മതിച്ചു. കണ്ടീഷൻ ബെയിൽ. വൈകാതെ കേട്ടു. വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നോ അല്ലെങ്കിൽ ഓഫീസിൽ കയറാൻ പാടില്ലെന്നോ അതുമല്ലെങ്കിൽ ടൗണിന് വെളിയിൽ പോകാൻ പാടില്ലെന്നോ ഒക്കെ വിലക്കിക്കൊണ്ട് അന്വേഷണം തീരും വരെ ജാമ്യം. അതായത് ജയിലിൽ പോകേണ്ടി വരില്ല. വൈകിക്ക് ആത്മനിന്ദ തോന്നി. രാജീവ് വക്കാലത്ത് എഴുതി തുടങ്ങി. കോടതി സമയം കഴിഞ്ഞതിനാൽ വൈകിയെ വിജിലൻസ് ജഡ്ജി മുരളീധരൻ പിള്ളയുടെ വീട്ടിൽ ഹാജരാക്കി. വിജിലൻസ് ഓഫീസിൽ നിന്നും അധിക ദൂരമില്ലായിരുന്നു ജഡ്ജിയുടെ വീട്ടിലേക്ക്. ഒറ്റ നിലയിൽ തീർത്ത മനോഹരമായ വീട്. 55 വയസ്സ് കഴിഞ്ഞ ഇരുനിറക്കാരനാണ് ജഡ്ജി. ഗാംഭീര്യം നിറഞ്ഞ മുഖം. അദ്ദേഹം FIR വായിച്ചു നോക്കി. എന്നിട്ട് വൈകിയുടെ നേർക്ക് നോക്കി. FIR പറയുന്ന കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. വൈകിക്ക് തൊണ്ട വിറച്ചു. ഞാൻ നിരപരാധിയാണ്. എന്നെ മനഃപൂർവ്വം ചതിയിൽപ്പെടുത്തിയതാണ്. പക്ഷേ തെളിവുകൾ നിങ്ങൾക്കെതിരാണല്ലോ, യുവർ ഓണർ. അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ വൈകിയുടെ പ്രൊഫഷനിലുള്ള സത്യസന്ധതയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് തുറന്നു. കുറ്റവിമുക്തനാക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങി എന്ന് ആരോപിക്കുന്നത് സ്വന്തം അനിയത്തിയെ കൊന്ന കൊലയാളിയുടെ ആൾക്കാരോടാണ്. അത് അവിശ്വസനീയമാണ് യുവർ ഓണർ. പണത്തിനു വേണ്ടി സ്വന്തം അനിയത്തിയെ തന്നെ കൊന്നിട്ടുള്ള കേസുകളും വക്കീലിൽ ഏറ്റെടുത്തിട്ടില്ലേ? ജഡ്ജി പുഞ്ചിരിയോടെ ചോദിച്ചു. അതും ശരിയാണ്. പക്ഷേ എൻ്റെ കക്ഷി അത്തരത്തിൽപ്പെട്ട ആളല്ല. കുറ്റക്കാരനായ സ്വന്തം അച്ഛനെ പോലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന ചരിത്രമാണ് എൻ്റെ കക്ഷിക്കുള്ളത്. അത് സമ്മതിക്കാം, ജഡ്ജി തുറന്നു. പക്ഷേ ഇവിടെ കുറ്റാരോപണം ചെയ്തിരിക്കുന്നത് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കേസ് കെട്ട് മറിച്ചു നോക്കി കുറിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, 100% നിയമം പാലിക്കാൻ ബാധ്യതയുള്ള ഒരു നിയമപാലിക അത് തെറ്റിക്കുമ്പോൾ കുറ്റത്തിൻ്റെ ഗൗരവം ഇരട്ടിയാണ്. പക്ഷേ യുവർ ഓണർ, രാജീവ് പറയാൻ ശ്രമിക്കുമ്പോൾ ജഡ്ജി കൈയെടുത്ത് വിലക്കി. രാജീവ് അന്താളിപ്പോടെ നോക്കി. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി 14 ദിവസത്തെ റിമാൻഡിന് ഉത്തരവാകുന്നു. കണ്ടീഷൻ ബെയിലല്ല, റിമാൻഡ്. 14 ദിവസത്തെ ജയിൽവാസം. ഈ നിൽപ്പിൽ ഒന്ന് മരിച്ചു വീണു പോയെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ നാളെ കണ്ടുമുട്ടും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.